ഞാൻ രാജീവ് സർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിനിമാറ്റോഗ്രഫി പഠിച്ചതിന് ശേഷം പിന്നെ രാജീവ് മേനൻ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അതെനിക്ക് ശരിക്കും സിനിമയിലേക്കുള്ള എൻട്രിയിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു രാജീവ് സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ടും പിന്നെ അസോസിയേറ്റ് ആയിട്ടും വർക്ക് ചെയ്യാൻ പറ്റിയത്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് അടൂർ സാറിനെ കാണാൻ ഇടയായത്. അപ്പോൾ അടൂർ സാറ് ഇതുപോലെ രാജീവ് സാറിൻ്റെ ഓഫീസിലേക്ക് വരികയുണ്ടായി. അന്ന് ഞാൻ രാജീവ് സാറിൻ്റെ ക്യാമറ സൈഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അടൂർ സാറിന് ക്യാമറ ടെസ്റ്റ് നടത്താൻ ഞാൻ സഹായിക്കുമായിരുന്നു. അപ്പോൾ അടൂർ സാർ ഇതുപോലെ നിഴൽക്കുത്ത് എന്ന് പറഞ്ഞ പടം ചെയ്യാൻ പോവുമായിരുന്നു. ഞാനിങ്ങനെ അടൂർ സാറിൻ്റെ അടുത്ത് മെൻഷൻ ചെയ്തു, എനിക്കിങ്ങനെ അഭിനയിക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്. അങ്ങനെ അപ്പോൾ അടൂർ സാർ ചോദിച്ചു, നിങ്ങൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ? ഞാൻ പറഞ്ഞു അതെ, പക്ഷേ അഭിനയമാണ് മെയിൻ താല്പര്യം, സിനിമയെക്കുറിച്ച് പഠിക്കണം, അതുകൊണ്ടാണ് ഛായാഗ്രഹണം പഠിച്ചത്. സിനിമാറ്റോഗ്രഫിയും ഇഷ്ടമായിരുന്നു, പക്ഷേ മെയിൻ താല്പര്യം അഭിനയമാണെന്ന് പറഞ്ഞത്. പിന്നെ രാജീവ് സാറിൻ്റെ കുറച്ച് പേഴ്സണൽ എക്യുപ്മെൻറ്റ്സും അടൂർ സാറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാൻ, സന്തോഷപൂർവ്വം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും തന്നെ അതിൻ്റെ കൂടെ ഒരു അസിസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ ഞാനും എക്യുപ്മെൻറ്റ്സൊക്കെ കൂടി നോക്കാൻ വേണ്ടി പോകാമെന്ന് വെച്ചു. അപ്പോഴാണ് അടൂർ സാർ വിളിച്ച് പറയുന്നത്, അങ്ങനെ ഇതിലൊരു ക്യാരക്ടറുണ്ട്, ഒരു നല്ലൊരു ക്യാരക്ടറാണ്, നരേന് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അതായിരുന്നു നിഴൽക്കുത്താണ് എൻ്റെ ആദ്യത്തെ സിനിമ. അടൂർ സാർ എപ്പോഴും ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് ഫിലിമിനോടുള്ളൊരു പാഷൻ, അത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ അന്നും ഇന്നും നമ്മൾ കാണുന്നു. അദ്ദേഹം ബിലീവ് ചെയ്യുന്ന സിനിമ ആൻഡ് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അത്രയും സിൻസിയറായി അദ്ദേഹത്തിൻ്റെ എഫേർട്ട് വെച്ചിട്ട് അങ്ങനെയും സിനിമകൾ അടൂർ സാറിനെ പോലെ വളരെ റെയറായിട്ട് അങ്ങനെ അത്രയും ഒരു കോൺഫിഡൻസിൽ ഒരു ഫിലിം മേക്കർ ഉള്ളൂ തോന്നുന്നു ആ ഒരു കാറ്റഗറിയിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും ആദ്യത്തെ പടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടൂർ സാറിനെ കുറിച്ച് കേട്ടത് വെച്ചിട്ട് എനിക്ക് ലൈക്ക് ഒരു വലിയൊരു മാസ്റ്ററുടെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ഫീല് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്രയും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് അതിൽ പെർഫോം ചെയ്തത് അല്ലെങ്കിൽ വർക്ക് ചെയ്തിരുന്നത്. ഞാനതിൽ അസിസ്റ്റൻറ്റ് ക്യാമറമാനായിട്ടും ഉണ്ടായിരുന്നു, പിന്നെ ഈ ക്യാരക്ടറും ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ ഡൗൺ ടു എർത്താണ്. ആ പടം മാത്രമല്ല, കുറേ ജീവിതത്തെക്കുറിച്ചും പലതും പഠിക്കാനിടയായി. അതാണ് അതിൻ്റെ ഒരു മെയിൻ തിങ്. ആദ്യത്തെ നിഴൽക്കുത്തിൽ ഞാനിതുപോലെ എൻ്റെ എൻട്രി ഒരു പാടത്ത് കൂടെ നടന്നു വരുന്നൊരു ഷോട്ടാണ്. അപ്പോൾ അത് ദൂരെ നിന്ന് നടന്നു വരുന്നൊരു ഷോട്ടായിരുന്നു. ഞാൻ സാറിൻ്റെ അടുത്ത് ഞാൻ ഭയങ്കര ടെൻസ്ഡായിരുന്നു. അപ്പോൾ എങ്ങനെ നടക്കണം, സാധാരണ നടന്നാൽ മതി, സാധാരണ രീതിയിൽ നടന്നാൽ മതി എന്ന് പറഞ്ഞു. പെട്ടെന്ന് പേടികാരനാണോ അല്ലെങ്കിൽ അറിയാത്തതാണോ, പെട്ടെന്ന് സാധാരണമായി എങ്ങനെ നടക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിപ്പോയി. അതായിരുന്നു ആദ്യത്തെ അനുഭവം. എനിക്ക് ഫസ്റ്റ് ഫിലിം ഹീറോ ആയിട്ട് ഞാൻ പെർഫോം ചെയ്തിട്ടുള്ള പടം അന്നൊരിക്കലാണ്. ശരചന്ദ്രൻ വയനാട് സാറിൻ്റെ അന്നൊരിക്കൽ എന്ന് പറഞ്ഞ പടം. അതായിരുന്നു ആദ്യം. ഫോർ ദ പബ്ലിക്കേഷൻ കുറേ സ്ക്രിപ്റ്റുകൾ കേട്ടു. പല സ്ക്രിപ്റ്റുകളും ഡയറക്ടേഴ്സ് വിളിക്കുമ്പോൾ സ്ക്രിപ്റ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ പലർക്കും അത് പ്രശ്നമായിരുന്നു. ഒരു പടം കഴിഞ്ഞപ്പോഴേക്കും സ്ക്രിപ്റ്റ് ചോദിക്കാൻ മാത്രമായോ എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ പല പടം മിസ്സായിപ്പോയി. പിന്നെ ആദ്യമായിട്ട് ഒരു ഡയറക്ടർ സ്ക്രിപ്റ്റ് അയച്ചു തന്നിട്ട് ഇത് വായിക്കൂ, നമുക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യാം. നോക്കുമ്പോൾ സ്ക്രിപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായിരുന്നു ആദ്യത്തെ സിനിമ. ആദ്യ നായിക കാവ്യയാണ് അന്നൊരിക്കലിലെ. അപ്പോൾ അത് ഞങ്ങൾ ഫുൾ ഗുണ്ടൽപേട്ടിലായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ കരിയറിൽ നമുക്ക് വളരെ ഗുണമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഒരു അപ്കമർ, അപ്പോൾ എനിക്ക് എത്രയോ സീനിയറാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ കാവ്യ ഭയങ്കര എത്രയോ പടങ്ങൾ അഭിനയിച്ച് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സീസൺഡ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അത് എപ്പോഴും ഒരു അപ്കമിങ് ആക്ടറിന് ഗുണമാണ്. നമ്മൾ അഭിനയിക്കുന്ന നായിക കുറേ കൂടി ഫേമസ് ആകുമ്പോൾ അത് നമ്മുടെ കരിയറിനും ഗുണം ചെയ്യും.